ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. തണുത്തതും ചൂടുള്ളതും ദയവേദങ്ങൾ ഒന്നിച്ച് കഴിക്കുക. അതൊക്കെ നോമ്പിൽ വരുന്ന ഫസാദുകളാണ്. നോമ്പ് കാലത്ത് ഈ ഫസാദൊക്കെ വരും. നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് ഏതായാലും പലഹാരം കഴിക്കില്ല, ഒരു ഗ്ലാസ് ചായ വെച്ചാളി എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വലിയ അബദ്ധമാണ്. തണുപ്പ് കഴിച്ചതോടൊപ്പം ചൂട് കഴിക്കരുത്, ചൂട് കഴിച്ചതോടൊപ്പം തണുപ്പ് കഴിക്കരുത്. പുളിയുള്ളത് കഴിച്ചതോടൊപ്പം മധുരം പറ്റൂല, മധുരത്തിനോടൊപ്പം പുളി പറ്റൂല. മത്സ്യത്തിന്റെ കറികൂട്ടി നിങ്ങൾ പ്രാതൽ കഴിക്കണം, രാവിലെ നാസ്ത കഴിക്കണം, പാലൊഴിച്ച ചായ കുടിക്കരുത്. അപ്പൊ മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല, ചിക്കനോടൊപ്പം തൈര് പറ്റൂല. കോഴി ബിരിയാണി കഴിക്കുമ്പോൾ തൈര് വേണ്ട. പിന്നെ സലാഡ് കഴിക്കേണ്ടത് ബിരിയാണിന്റെ കൂടെയല്ല, ബിരിയാണിക്ക് മുന്നെയാണ്. എല്ലാ ഭക്ഷണത്തിന് മുന്നെയാണ് സലാഡ് കഴിക്കേണ്ടത്. ഇത്തിരി ഉള്ളിയും ഇത്തിരി ക്യാരറ്റും കക്കിരിയും ഒക്കെ മുറിച്ചിട്ടിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിനൊന്ന് രുചിപ്പെടുത്തി എല്ലാ ഭക്ഷണത്തിന് മുമ്പ് അല്പം കഴിക്കാൻ പറ്റുമ്പോൾ കൊളസ്ട്രോളിനൊന്നും കംപ്ലൈന്റ് ഉണ്ടാവില്ല. നമ്മൾ അതിനും തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. വെന്തതും വേവാത്തതും ഒന്നിച്ച് പാടില്ല, പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല. പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം. പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. വേവാത്ത ഭക്ഷണം വെന്ത ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. ഇതൊക്കെയാണ് സുന്നത്ത്. ഞാൻ പറയുന്നത് സുന്നത്തായ കാര്യങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ദുരിതത്തിന് പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആന്റെ ഹദീസിന്റെ സയൻസുകൾ, ഖുർആന്റെയും ഹദീസിന്റെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ രാവിലെ എന്തായാലും എല്ലാവർക്കും വിശപ്പുണ്ടാവും, മഗ്‌രിബിന്റെ സമയത്തും എല്ലാവർക്കും വിശപ്പുണ്ടാവും. പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയത്താണ്. ഒന്ന് സുബ്ഹ് കഴിഞ്ഞ ഉടനെ, മറ്റൊന്ന് മഗ്‌രിബിന്റെ ഉടനെ. ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫുത്തൂർ അശ, പ്രഭാത ഭക്ഷണം, രാത്രി ഭക്ഷണം. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് കഴിയും, സഹോദരിമാർക്ക് അത് കഴിയും. ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഈ 10 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ എപ്പോൾ ഉറങ്ങാൻ 1 മണിക്കോ? ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം. കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിലേക്ക് പോയാൽ അയാൾ രോഗിയായി തീരും. ചില ആളുകൾക്ക് രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടാ. മൂപ്പരുടെ ഡയലോഗ്, ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ലേശം ഉറങ്ങിയില്ല, എനിക്ക് തലക്കൊരു കനാണ്, ആ കനം ചെയ്താൻ ഇരുന്ന കന. അകലും ഉറങ്ങാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? ളുഹ്ർ വാങ്ങിന്റെ മുമ്പാണ്. അത് തന്നെ ആർക്കും അനുവദിക്കപ്പെട്ടത് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ആർക്കും അനുവദിക്കപ്പെട്ടത് തഹജ്ജുദിൽ ഉണർന്ന ഭാഗ്യവാന്മാർക്കാണ്. അകലെ ഉറങ്ങുന്നവരുടെ പ്രമേഹം മാറൂല, അയാൾ അത് ആഗ്രഹിക്കേ വേണ്ട. മാത്രമല്ല, ഒരു 10-20 രോഗം മൂപ്പർ ബേക്കിൽ ഇങ്ങനെ നിബിധനത്തിൽ ഘോഷയാത്ര പിള്ളേർ പോകുന്നവരിങ്ങനെ ബേക്കിൽ വരികയും കണ്ണിന് കാഴ്ച കുറയുക, കാലിന്റെ തടിഭാഗത്തേക്കുള്ള രക്തത്തിന്റെ കുറവ്, രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക, അങ്ങനെ ഒരു 10-20ഓളം ദുരിതങ്ങൾ വന്നിട്ട് ഈ മനുഷ്യനാകെ ജീവിതത്തിൽ ഇടങ്ങാറാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിച്ചോളി. കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല. തൗഫീഖ് അല്ലാഹു തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉറങ്ങേണ്ട സമയം രാത്രി, ജോലി ചെയ്യേണ്ട സമയം പകല്, ഇതൊക്കെ മനസ്സിലാക്കണം. ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറക്കൊഴിച്ചു, ഹൈറായ ഇൽമ പഠിക്കുക, ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചൂടാ, പോലത്തെ ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കൊഴിച്ചാൽ പകൽ ഉറങ്ങാം. സൂര്യോദയം കഴിഞ്ഞ് ളുഹാന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞ് ളുഹറിന് തൊട്ട് മുമ്പ് അല്പം ഉറങ്ങാം, ക്ഷീണം മാറ്റാൻ.